ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഒരു PSC മോട്ടിവേഷനാണ്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റിൽ ഒരു ചായയൊക്കെ കുടിച്ച് ജോലി ചെയ്യണ്ടേ, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എന്തുകൊണ്ടായിരിക്കും എപ്പോഴും നിങ്ങളടുത്ത് ഗവൺമെൻറ് ജോബ് നേടണം, PSC നേടണം എന്നൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊരു ജോബ് എന്ന് മാത്രം ഉള്ള രീതിയിലല്ല പറയുന്നത്. ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഷർ എപ്പോഴും കുറവായിരിക്കും, വർക്ക് പ്രഷർ ഭയങ്കര കുറവായിരിക്കും. പ്രൈവറ്റ് ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പ്രഷർ തരാനൊക്കെ ആൾക്കാർ കാണും. നമ്മളെപ്പോഴും ഒരു ഹെക്റ്റിക് ഷെഡ്യൂളായിരിക്കും. ഗവൺമെൻറ് ജോബിലും അതുണ്ട്, എങ്കിൽ തന്നെയും നമുക്ക് നമ്മുടേതായ ഫ്രീഡം ഗവൺമെൻറ് ജോബിലുണ്ട്. ആരും നമ്മളെ ഓവറായിട്ടൊന്നും റൂൾ ചെയ്യാൻ വരികയില്ല. മാത്രമല്ല, നമുക്കൊരു ഫിക്സഡ് ടൈമുണ്ട്, ആ ടൈമിൽ മാത്രമുള്ള ജോലി ചെയ്താൽ മതി. വീട്ടിൽ പോയിട്ട് നമുക്ക് മാക്സിമം ഫാമിലിയോട് കൂടി റിലാക്സ് ചെയ്യാം. സാലറി ഒരിക്കലും മുടങ്ങില്ല എന്നുള്ളൊരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ട് ശമ്പളം എത്തും, പെൻഷൻ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ നെഗറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പെൻഷൻ ഇല്ലല്ലോ എന്നൊക്കെ. പങ്കാളത്തെ പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പെൻഷൻ എന്നുള്ള കാര്യം ഉണ്ട്, ഇല്ലാഴികയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇടയ്ക്ക് ശമ്പള പരിഷ്കരണം വരുന്നു, പിന്നെ TADA കൂട്ടുന്നു. അതൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ ലൈഫ് നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. സാധാരണ രീതിയിൽ ഒരു മിഡിൽ ക്ലാസ് രീതിയിൽ ജീവിച്ചാൽ മതിയെങ്കിൽ ഗവൺമെൻറ് ജോബ് നല്ലതാണ്. ഇനി അതല്ല, നിങ്ങൾ ഭയങ്കര ലക്ഷറി ലൈഫാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിദേശത്തൊക്കെ പോയി പ്രൈവറ്റ് ജോബ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ട്. ഫാമിലി മിസ് ചെയ്യും, നാട്ടിലെ കാര്യങ്ങൾ മിസ് ചെയ്യും, ഒരു ഉത്സവമോ ഒരു കല്യാണമോ ഒന്നും കൂടാൻ പറ്റില്ല. ഒരു ഡിപ്രഷൻ എപ്പോഴും നമുക്കുണ്ടാവും. പക്ഷേ ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ നാട്ടിൽ തന്നെ ജോലി ചെയ്യാം, എല്ലാത്തിലും നമുക്ക് പങ്കെടുക്കാൻ കഴിയും, നമുക്ക് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. അതാണ് ജോബിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ KAS വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു KASനേക്കാളും കൂടുതൽ കുട്ടികൾ ഇമ്പോർട്ടൻസ് നൽകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. കാരണം വേക്കൻസിയും കൂടുതലാണ്, നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പുള്ള ഒരു പരീക്ഷയാണിതല്ലേ. നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടുന്ന പരീക്ഷയാണ്. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഗവൺമെൻറ് ജോബ് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലും വലിയ പോസ്റ്റുകൾ കാണും. നമ്മൾ സാധാരണക്കാരുടെ പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. സെക്രട്ടേറിയറ്റിൽ ഭയങ്കര, ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്ത് കയറുന്നത്. അവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് റിലാക്സ് ആവാനുള്ള കാര്യങ്ങളും എല്ലാം ഒരു ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതൊരു ഗ്ലാമർ ജോബ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പ് വേണം. നമ്മൾ സാധാരണ ഒരു ഓഫീസ് വർക്ക് പോലെ അല്ല, നമ്മുടെ ഭരണസിരാ കേന്ദ്രം എന്നൊക്കെ പറയത്തില്ലേ, അവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പലരും 90% ആൾക്കാരും കോച്ചിങ്ങിന് ജോയിൻ ചെയ്തവരാവാം, റാങ്ക് ഫെയിൽ വെച്ച് പഠിക്കുന്നവരാവാം. നിങ്ങൾ എന്ത് വെച്ച് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു സോഴ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് കേട്ടോ. നിങ്ങളിപ്പം കോച്ചിങ്ങിന് ജോയിൻ ചെയ്തതെന്നിരിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് കേരള ഹിസ്റ്ററി പഠിക്കുകയെന്നിരിക്കട്ടെ, അത് അവർ പഠിപ്പിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ റാങ്ക് ഫെയിലിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ നോട്ട്സും കൂടെ നോക്കി ആ ഒരു പോർഷൻ പെർഫെക്റ്റ് ആക്കുക. നിങ്ങൾ ഇന്നിപ്പോൾ ഒരു യുദ്ധം പഠിക്കുകയെന്നിരിക്കട്ടെ, അത് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതും റാങ്ക് ഫെയിലിൽ നിന്ന് കിട്ടുന്നതും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് സ്വന്തമായിട്ട് നോട്ട് തയ്യാറാക്കിയാൽ മാത്രം പോരാ, ഉച്ചയ്ക്ക് മുമ്പ് അത് പഠിച്ച് കഴിയുകയും വേണം. ഇനി ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് പഠിച്ചങ്ങ് തീർക്കുക, പെർഫെക്റ്റ് ആക്കുക. നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. മനസ്സിൽ ഓർക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഓർത്തെടുത്ത് പേപ്പറിൽ എഴുതി നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പഠിച്ചാൽ ഒരിക്കലും മറക്കില്ല. അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ പിന്നെ അവിടെ നിന്ന് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ സമയമുള്ളവരാണെങ്കിൽ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലും PSCയുടെ സൈറ്റിലും ഒക്കെ കിടപ്പുണ്ടല്ലോ, നിങ്ങൾ അതെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പണ്ട് തൊട്ടേയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ബാക്കിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ നിങ്ങൾ 2025 എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ 24-ലും 23-ലും 22-ലും ഒക്കെ നടന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തു പോവുക. താഴേന്ന് മുകളിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം പണ്ടത്തെ ട്രെൻഡ് അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇവിടെ താഴേന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പരീക്ഷ എടുക്കുന്നിടം വരെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. കല്യാണവും ടൂറും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഫോൺ യൂസ് കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫോൺ യൂസ് എങ്ങനെ കുറയ്ക്കാമെന്ന്. അതൊക്കെ നമുക്ക് ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ.
അല്ലാതെ നമുക്ക് മോട്ടിവേഷനൊക്കെ തരാൻ കഴിയും. നമുക്ക് മോട്ടിവേഷൻ തരാൻ കഴിയുന്ന ഒരു 30% പറ്റത്തുള്ളൂ. ബാക്കി 70% നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ ഒരു റാങ്ക് വാങ്ങിച്ചൊരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഫോൺ യൂസ് കുറയ്ക്കാതെ ഒരു കാര്യവുമില്ല. അതുപോലെ സ്ഥിരമായിട്ട് പഠിക്കുക. ഡെയിലി ഫിക്സഡ് ടൈം കണ്ടെത്തി, നിങ്ങൾക്ക് ഇനി വീട്ടമ്മയാവാം, ജോലിക്ക് പോകുന്നവരായി എന്താണെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു കുറച്ച് സമയം കിട്ടുമല്ലോ. ഒരു 3 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. ആ 3 മണിക്കൂർ എപ്പോൾ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കുക. രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ ആ സമയമെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ മറ്റുള്ളവർ പഠിക്കുന്നതൊന്നും നോക്കണ്ട, അവരൊരുപാട് പഠിക്കുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു, എത്ര ക്വാളിറ്റിയിൽ പഠിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരു കാര്യം ചുമ്മാ വായിച്ചു പോകുന്നതിനേക്കാളും നല്ലത് എന്താണ്, അത് നന്നായിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കുറച്ചും കൂടെ റെഫർ ചെയ്ത് സ്വന്തമായിട്ടൊരു നോട്ട് തയ്യാറാക്കി പഠിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ അത് റിവിഷൻ ചെയ്യുക. അപ്പോഴാണ് പഠനം പൂർണ്ണമാവുന്നത്. അങ്ങനെ വളരെ ക്വാളിറ്റിയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും മറക്കത്തുമില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും കഴിയും. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റഡി മോട്ടിവേഷൻ ടിപ്സൊക്കെ ഉൾപ്പെടുത്തി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക.